ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷ സംബന്ധിച്ച അവലോകന യോഗം ഇന്ന് ചേരുന്നുണ്ട്. CRPF-നെ കൂടി ഉൾപ്പെടുത്തി സുരക്ഷ ഒരുക്കുന്നതിലെ രൂപരേഖ യോഗത്തിൽ തയ്യാറാക്കും. എങ്ങനെയാണ് നിലവിലെ സുരക്ഷ എന്നതടക്കം നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും CRPF വരുമ്പോൾ ഉണ്ടാവുക എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കൊപ്പം അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനന്തൻ, CRPF വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് ഗവർണർ കൊച്ചിയിലുണ്ട്. സുരക്ഷ നൽകുന്നത് CRPF ആയിരിക്കും. നമുക്കറിയേണ്ടത് കേരള പോലീസിന്റെ റോൾ ഇനി എന്തായിരിക്കും? കേരള പോലീസ് ഈ സുരക്ഷയുടെ ഭാഗം ആ ലെയറിൽ എവിടെയായിരിക്കും, എന്തായിരിക്കും എന്നാണ്? ആര്യ, നിലമേലിൽ SFIയുടെ പ്രതിഷേധമുണ്ടായ പശ്ചാത്തലത്തിലാണ് അതിനുശേഷം ഗവർണർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതിനൊക്കെ ശേഷമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന ഗവർണർക്ക് CRPF-ന്റെ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ സുരക്ഷ പ്രഖ്യാപിച്ചതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാണ്. ഇനി SFIക്കാർ പ്രതിഷേധവുമായി വന്നു കഴിഞ്ഞാൽ CRPF തോക്കുമായിട്ടൊക്കെ നേരിടുമോ, അതല്ല CRPF-ന് അതിനുള്ള അധികാരമില്ല എന്ന മറുവാദം, അങ്ങനെ വലിയ തർക്കം സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ്. ഏതായാലും ഈ CRPF-ന്റെയും കേരള പോലീസിന്റെയും സുരക്ഷ സംബന്ധിച്ച് ഇപ്പോൾ ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. ആ ആശയക്കുഴപ്പം പരിഹരിക്കാനും ഇതിന്റെ ഏകോപനം എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കാനുമാണ് ഇന്ന് രാജ്ഭവനിൽ കേരള പോലീസിന്റെയും CRPF-ന്റെയും രാജ്ഭവന്റെയും പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു അവലോകന യോഗം ചേരുന്നത്. ആ അവലോകന യോഗത്തിന് ശേഷം ഒരു രൂപരേഖ ഈ സുരക്ഷ സംബന്ധിച്ച് തയ്യാറാക്കും. നിലവിൽ CRPF ഒരു സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തിയാൽ എങ്ങനെയാണ് അവരുടെ രീതി എന്ന് നമുക്ക് നോക്കാം. നിലവിൽ 2 പേർക്കാണ് Z+ കാറ്റഗറിയിലുള്ള സുരക്ഷ സംസ്ഥാനത്ത് ലഭിക്കുന്നത്. അത് ഗവർണർക്കും മുഖ്യമന്ത്രിക്കുമാണ്. അത് നിലവിൽ ഒരുക്കിക്കൊണ്ടിരുന്നത് കേരള പോലീസ് തന്നെയാണ്. ഇപ്പോൾ നിലവിൽ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസിന് പുറമെ രാജ്ഭവന്റെ സുരക്ഷ ഇപ്പോൾ CRPF-ഉം ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ പള്ളിപ്പുറം CRPF ക്യാമ്പിൽ നിന്നുള്ള 30ഓളം ഭടന്മാരാണ് ഇപ്പോൾ രാജ്ഭവനിൽ ഈ സുരക്ഷ ഒരുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ബംഗളൂരിൽ നിന്നുള്ള കോബ്ര എന്ന CRPF-ന്റെ കമാൻഡോ വിങ്ങും ഈ സുരക്ഷ സംഘത്തിന് ഒപ്പം ചേരും. അവരുടെ കൂടി സുരക്ഷയിലായിരിക്കും ഇനി ഈ ഗവർണറുടെ സുരക്ഷാ ക്രമീകരണം നടക്കുക. കോബ്രയുടെ ഒരു പ്രത്യേകത, കോബ്രയ്ക്ക് സായുധമായ സംവിധാനങ്ങൾ ഉണ്ട്. അവർക്ക് ആയുധം ആവശ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ള അധികാരവും കോബ്ര വിഭാഗത്തിനുണ്ട്. ഈ 3 ഘട്ടങ്ങളിലായിട്ടാണ്, 3 ലെയറുകളായിട്ടാണ് ഗവർണറുടെ സുരക്ഷ CRPF ഏറ്റെടുക്കുന്നത്. അതിൽ ആദ്യത്തേത് രാജ്ഭവൻ ഗേറ്റ് മുതൽ അകത്തേക്കുള്ള സുരക്ഷയാണ്. ആ ഗേറ്റിന് പുറത്ത് നിലവിൽ കേരള പോലീസ് തന്നെയാണ് സുരക്ഷ ഒരുക്കുന്നത്. പ്രത്യേകിച്ച് രാജ്ഭവനിലേക്ക് ആരെങ്കിലും പ്രവേശിക്കുമ്പോൾ അവരെ പരിശോധിക്കുന്നത്, അതിനൊപ്പം തന്നെ രാജ്ഭവനിലേക്ക് ഒരു പ്രതിഷേധ ജാഥ വന്നാൽ അതിനെ തടയുന്നതൊക്കെ കേരള പോലീസ് തന്നെയാകും. അതേസമയം ഗേറ്റ് മുതൽ രാജ്ഭവന്റെ കെട്ടിടം വരെയുള്ള പൂർണ്ണ ചുമതലയും CRPF-ന് ആണ്. അവരത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഗവർണർക്ക് എപ്പോഴും, ഗവർണർ ഒരു യാത്ര പോവുകയാണെങ്കിൽ അതിൻ്റെ അകമ്പടിയായി എപ്പോഴും ഈ കോബ്ര കമാൻഡോ വിഭാഗം ഉണ്ടാകും. പൈലറ്റ് വാഹനമായും എസ്കോർട്ട് വാഹനമായും അങ്ങനെ 4 വാഹനങ്ങൾ കോബ്രയുടേത് ഗവർണർക്ക് ഒപ്പം ഉണ്ടാകും. ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേകത, ഗവർണറുടെ വാഹനത്തിലേക്ക് ഒരു പ്രതിഷേധ സംഘമോ അല്ലെങ്കിൽ ഗവർണറെ ആക്രമിക്കാനോ ഒരു സംഘം വാഹനത്തിലേക്ക് പാഞ്ഞെടുത്താൽ ഈ കോബ്രയ്ക്ക് ഇടപെടാൻ കഴിയും, അവർക്കത് തടയാനും കഴിയും. അതേസമയം റോഡരികിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധമുണ്ടായാൽ അത് കേരള പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ കേസെടുക്കേണ്ടതും കേരള പോലീസ് തന്നെയാണ്. അതിനൊപ്പം തന്നെ മറ്റൊരു 3ാമത്തെ ലെയർ എന്ന് പറയുന്നത്, ഗവർണർ ഒരു വേദിയിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ആ വേദിയുടെ സുരക്ഷാ ചുമതല പൂർണ്ണമായും CRPF-ന് തന്നെയാണ്. ആ വേദിയിലേക്ക് ആര് വരണം, ഗവർണറുടെ തൊട്ടടുത്ത് ആര് വരണം എന്നൊക്കെ തീരുമാനിക്കുന്നത് CRPF ആണ്. അതായത് ഒരു വേദിയിൽ ഗവർണർക്ക് സമീപത്തേക്കും ഗവർണർ ആ വേദിയിൽ നിന്ന് പോകുന്നത് വരെയുള്ള സുരക്ഷാ ചുമതലയും ഈ കേന്ദ്ര സേനയ്ക്ക് തന്നെയാകും ഉണ്ടാവുക. ഏതായാലും ഈ ഗവർണറുടെ സുരക്ഷാ ചുമതല നിലവിൽ CRPF വന്നാൽ ഇങ്ങനെയാണ്. പക്ഷേ ഈ ഗവർണറുടെ ഈ റൂട്ട് തയ്യാറാക്കേണ്ടത് ആരാണ്, ആ റൂട്ട് തീരുമാനിക്കുമ്പോൾ അവിടെയൊക്കെ സുരക്ഷ ഒരുക്കേണ്ടത് ആരാണ് എന്നതൊക്കെ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പമുണ്ട്. മാത്രമല്ല ഈ CRPF വന്നിരിക്കുന്ന ജൂറിസ്ഡിക്ഷൻ കേരള പോലീസിന്റെ ജൂറിസ്ഡിക്ഷനിലാണ്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ ആരുടെ മേൽനോട്ടത്തിലാകണം എന്നൊക്കെയുള്ള ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സാധാരണഗതിയിൽ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് അത് വരേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇന്നത്തെ അവലോകന യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകും. കൃത്യമായ ഒരു രൂപരേഖ അനുസരിച്ച് തന്നെയാകും CRPF-ഉം കേരള പോലീസും ഈ സുരക്ഷ ഒരുക്കുക. ഏതായാലും കേരള പോലീസ് ഈ സുരക്ഷയിൽ നിന്ന് പിന്മാറില്ല. മാത്രമല്ല, ഗവർണറുടെ വാഹനം ഒരു സഞ്ചരിക്കുമ്പോൾ ഒരു പ്രതിഷേധം നിലമേലുണ്ടായതുപോലെ ഉണ്ടാവുകയാണെങ്കിൽ ഗവർണർക്ക് ഇനി ചാടി ഇറങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം CRPF-ന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് അല്ലെങ്കിൽ കമാൻഡോസിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് VIP ഉടൻ തന്നെ ആ സ്പോട്ടിൽ നിന്ന് രക്ഷപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഗവർണർ അങ്ങനെ ഇറങ്ങാൻ ശ്രമിച്ചാൽ CRPF-കാർ പറയാണ് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഗവർണർക്ക് അത് അനുസരിക്കുകയും ആ സ്പോട്ടിൽ നിന്ന് ഉടൻ തന്നെ ആ വാഹനം മൂവ് ചെയ്യുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ CRPF-ന്റെ ഒരു രീതി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയൊക്കെയാണ് കേരള പോലീസും CRPF-ഉം ഏകോപിച്ചുകൊണ്ടുള്ള സുരക്ഷ എന്ന് നമുക്ക് കണ്ടറിയാതെ തന്നെ ചെയ്യാം. അറിയാം.